ഹലോ കൂട്ടുകാരെ, എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 46 അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടതകളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. അപ്പം എന്തൊരു ശക്തീകരിക്കുന്ന വചനമല്ലേ. അപ്പം എന്തെല്ലാം വന്നോട്ടെ, ഇനി ഈവൻ ഈശോ പറയുന്നു ഭൂമി കുലുങ്ങി അതിൽ നിന്ന് വെള്ളം അടിച്ച്. അപ്പൊ അതായത് ഇതൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെയാണ് ഇതെല്ലാം പറയുന്നത്. ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ വന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറിയായിരിക്കും. ചിലപ്പം ഒന്നും അറിയാതെ എരച്ച് പൊളിച്ച് എവിടെന്നോ കുറെ പ്രശ്നങ്ങൾ വരുന്നു. നമ്മൾ പെട്ടെന്ന് കുഴപ്പമില്ലാതിരുന്ന് നമ്മുടെ ജീവിതം പെട്ടെന്നൊരു പ്രതികൂല സന്ധ്യയിലേക്ക് പോകുന്നു. അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈശോ പറയുന്ന അവസാനം എന്താ? ഭയപ്പെടേണ്ട. ഈശോയ്ക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. എത്ര വലിയ ഭൂമി കുലുക്കാണോ, ഇനി അതിൽ നിന്ന് വെള്ളപ്പൊക്കം വന്ന് എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും ഏതൊരു ചോദ്യത്തിനും ഒരു മറുപടി ഉണ്ട്. ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ഭയപ്പെടേണ്ട എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഈ വചനത്തെ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കൂട്ടുകാർ ഇപ്പോൾ പോകുന്നു. പിന്നെ കാണാം. ബായ്.